الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മൾ നമ്മുടെ ഏത് ജീവിത പരിസരങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ മാനിക്കുകയും ചെയ്യേണ്ടവരാണെന്നാണ് ഖുർആൻ നമ്മെ ഇടയ്ക്കിടെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് നമ്മുടെ മനസ്സുകളെ തിരിച്ചു കളയുന്ന വിധത്തിൽ തിന്മയുടെ പ്രേരകങ്ങളാൽ ശക്തമായ അവസ്ഥയിലാണുള്ളത്. നന്മയിലേക്ക് നമ്മെ തിരിച്ചുവിടുന്ന പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ തിന്മയിലേക്കും തെറ്റിലേക്കും നമ്മെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലുള്ളത്. നമ്മുടെ മനസ്സ് ഈ സന്ദർഭത്തിൽ നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ചു കിട്ടാൻ വേണ്ടി നാം അള്ളാഹുവിനോട് കൂടുതലായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ധാരാളമായി അവിടുന്ന് ഉരുവിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വഅതിക്. അല്ലാഹുവേ, മനുഷ്യൻ്റെ മനസ്സുകളെ കൈകാര്യം ചെയ്യുന്നവനായ രക്ഷിതാവേ, എൻ്റെ മനസ്സിനെ നിൻ്റെ കൽപ്പനക്കനുസരിച്ച് വിധേയമായി ജീവിക്കുന്ന അവസ്ഥയിൽ നീ പാകപ്പെടുത്തേണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, എൻ്റെ മനസ്സിനെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഇതൊക്കെ നമ്മോട് പ്രാർത്ഥിക്കാനായി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളാണ്. മനസ്സിൻ്റെ അവസ്ഥ ഒരിക്കൽ റസൂൽ ഉപമിച്ചിട്ടുള്ളത് കമസലി രീഷത്തിൻ ബി അർളി ഫലാത്ത് എന്നാണ്. ഒരു മരുഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു തൂവൽ കണക്കെയാണ് മനസ്സ്. മരുഭൂമിയിൽ കാറ്റടിക്കും, അതിങ്ങനെ ഇളകി മറിഞ്ഞ് പാറിക്കളിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് സൂറ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, യൂസുഫ് അലൈഹി സ്വലാം
പറയുന്നു, വമാ ഉബരിഉ നഫ്സി, ഞാൻ എന്നെ ഒരിക്കലും കുറ്റവിമുക്തനാക്കുന്നില്ല. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് അത് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മനസ്സിൻ്റെ പൊതു സ്വഭാവം അതാണ്. ഇല്ലാ മൻ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ. അല്ലാഹുവിൻ്റെ കാരുണ്യം, പ്രത്യേകിച്ച് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ, ദുഷ്പ്രവർത്തികളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ് റസൂൽ പറഞ്ഞത്. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, നിശ്ചയമായും എൻ്റെ റബ്ബ് പാപങ്ങൾ പുറത്തു തരുന്നവനും അവൻ കരുണാമയനുമാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ സംസാരത്തിൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കൂടുതൽ വർദ്ധിക്കാനുള്ള കാര്യങ്ങളിലാണ് നമ്മൾ വ്യാപൃതരാകേണ്ടത് എന്നതാണ്. തെറ്റിലകപ്പെടാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ പണ്ഡിതനും ചിന്തകനുമായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലയോ ഗുരുവര്യരെ, ഞാൻ അടിക്കടി തെറ്റുകളിലും പാപങ്ങളിലും ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹത്തോട് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിനക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത്, ഇദാ അറദ്ത അൻ തഅസി അല്ലാഹ ഫലാ തഅകുൽ ശൈഅൻ മിൻ റിസ്ഖിഹി, നീ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ക്കിൽ നിന്ന് ഒന്നും നീ തിന്നാൻ പാടില്ല. കാരണം നിനക്ക് ഭക്ഷണം നൽകുന്നവൻ, തിന്നാനുള്ള റിസ്ക്ക് ഈ ഭൂമിയിൽ ഒരുക്കി തരുന്നവൻ അള്ളാഹുവാണ്. അത് ഭക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾക്ക് എങ്ങനെ നീ എതിരി പ്രവർത്തിക്കും? അങ്ങനെയാണ് എങ്കിൽ നിനക്ക് തെറ്റ് ചെയ്യാം. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, അതിന് എനിക്കെങ്ങനെ സാധിക്കും? കാരണം അള്ളാഹുവാണ് ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളെയും തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നവൻ, റാസിഖാണവൻ. യാ അയ്യുഹന്നാസു ദുഖ്റൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലയോ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കൂ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി വല്ല സൃഷ്ടാവുമുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കൂ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഈ അധ്യാപനം ഓർക്കുന്ന ഒരാൾക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം കാണിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഈ വ്യക്തിയോട് ചോദിച്ചത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ അറദ്ത അൻ തഅസി അല്ലാഹ ഫലാ തസ്കുൻ ബിലാദഹു, നീ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം കാണിക്കുകയാണെങ്കിൽ, എതിരി പ്രവർത്തിക്കുകയാണെങ്കിൽ, നീ പാപങ്ങളിൽ മുഴുകി ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, ഫലാ തസ്കുൻ ബിലാദ, അള്ളാഹുവിൻ്റെ രാജ്യത്ത് നീ താമസിക്കരുത്, വേറെ രാജ്യത്തേക്ക് പോകണം. അദ്ദേഹം പറയുന്നുണ്ട്, അതെങ്ങനെ കഴിയും? ഈ നാട്ടിലല്ലേ എൻ്റെ ജീവിതം. അദ്ദേഹം പറയുന്നു, അള്ളാഹിൻ്റെ നാട്ടിൽ നീ ജീവിക്കുന്നു, അള്ളാഹിൻ്റെ റിസ്ക്കാണ് നിനക്ക് വേണ്ടത്, എന്നിട്ട് അള്ളാഹ് പറഞ്ഞതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ സന്നദ്ധരാകുന്നില്ല. അത് ആലോചിച്ചാൽ മതി, എന്നാൽ നിനക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ അധിപതിയും അല്ലാഹു ആകുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്ത സറാ, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതും ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ ഉള്ളതുമെല്ലാം അതിൻ്റെ ഉടമ അത് അല്ലാഹുവാണ് എന്നിരിക്കെ അള്ളാഹുവിൻ്റെ നാട്ടിൽ നിന്ന് പുറത്ത് എങ്ങനെ നിനക്ക് പോകാൻ കഴിയും? അത് നീ ആലോചിക്കണമെന്നാണ് പറയുന്നത്. മൂന്നാമതായി അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ അറദ്ത അൻ തഅസി അല്ലാഹ ഫൻദുർ മക്കാനൻ ലാ യറാക അല്ലാഹു ഫീഹി, നീ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ, നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു നിന്നെ കാണാത്ത ഒരു സ്ഥലത്ത് നിന്ന് നീ തെറ്റ് ചെയ്തോ, അത് നീ ആലോചിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നു, എങ്ങനെ എനിക്കതിന് കഴിയും? അള്ളാഹു നമ്മെ കാണാത്ത
ഒരു സാഹചര്യം എപ്പോഴാണുള്ളത്? നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ എല്ലാ ചലനങ്ങളും അറിയുന്നവനാണ് അല്ലാഹു. നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനാണവൻ. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണവൻ. അല്ലാഹു ലാ തുദ്രികുഹുൽ അബ്സാർ വലാ യുദ്രികുഹുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ലാ തുദ്രികുഹുൽ അബ്സാർ, ഒരു കണ്ണുകൾക്കും അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും വഹുവ യുദ്രികുൽ അബ്സാർ, എല്ലാ കണ്ണുകളെയും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. യഅലമു ഖായിനത്തൽ അയുൻ, കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ വരെ അറിയുന്നവനാകുന്നു അല്ലാഹു. വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞനും നയജ്ഞനുമാകുന്നു. അങ്ങനെയുള്ള ഒരു അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിനക്കുണ്ടെങ്കിൽ നിനക്ക് തെറ്റ് ചെയ്യാതെ ഇരിക്കാൻ കഴിയും. അത് നീ ആലോചിക്കണമെന്നാണ് പറയുന്നത്. ഇന്നഹു യഅലമു സിർറ വഅഖ്ഫ, രഹസ്യമായതും പരസ്യമായതുമെല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഇദാ ജാഅക മലക്കുൽ മൗത്ത്, നാലാമതായി പറയുന്നത് എന്താണെന്നോ? അല്ലയോ സഹോദര, മലക്കുൽ മൗത്ത് നിന്റെ അരികിൽ വന്നാൽ എന്തിനു വേണ്ടി? ലിയഖ്ബില റൂഹക്, നിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നാൽ നീ ഒന്ന് പറഞ്ഞു നോക്കൂ. ഫഖുല്ലഹു അഖിർനി ഇലാ അജലിൻ മഅദൂദ്, കുറച്ച് സമയം എനിക്ക് നീ ഇട തരുമോ, എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ എന്ന് നീ ഒന്ന് പറഞ്ഞു നോക്കുമോ എന്നാണ്. അതിനും എനിക്ക് കഴിയില്ല എങ്കിൽ കാരണം എന്താ? ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോ മനുഷ്യനും അല്ലാഹു ഈ ദുനിയാവിൽ നിന്ന് അവർ പോകേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവരുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകും. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ നേരത്ത് നിന്നൊരിക്കലും നിങ്ങൾക്ക് പിന്തിപ്പിക്കുന്ന പ്രശ്നമേ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ നിനക്ക് കഴിയുമെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നാണ് പറയുന്നത്. അഞ്ചാമതായി പറയുന്നത് ഇദാ ജാഅക അസ്സബാനിയ വഹും മലായികത്തു ജഹന്നം, നരകത്തിന്റെ മലക്കുകളായ സബാനിയ അവർ നിന്റെ അരികിൽ വരികയും ലിയഖുദക് ഇലാ ജഹന്നം, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നിന്നെ പിടികൂടുകയും ചെയ്യുമ്പോൾ നീ അവരുടെ കൂടെ പോകാതിരിക്കാൻ നിനക്കാവുമോ? ഫലാ തദ്ഹബ് മഅഹും ഫമാ കാദ അർറജുലു യസ്തമിഉ ഇലാ ഹാദിൽ ഖാമിസ. അഞ്ചാമത്തെ ഈ കാര്യവും ഇബ്രാഹിം ഇബ്നു അദ്ഹമിൽ നിന്ന് ഈ വന്ന വ്യക്തി കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നു, ഖാല ബാക്കിയൻ കഫാ യാ ഇബ്രാഹിം അന അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി മദി. നിങ്ങൾ ഈ പറഞ്ഞത് എനിക്കെമ്പാടും മതിയായിരിക്കുന്നു, എൻ്റെ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവനോട് അനുദപിച്ച് മടങ്ങുകയും ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ വാരി ചൊരിഞ്ഞ് കോരിത്തരുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുകയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ നിഷേധിക്കാൻ നമുക്കാവുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ അനുഗ്രഹമായി ഈ ദുനിയാവിൽ എന്തൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഇതാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച്, അവൻ്റെ സത്തയെയോ അവൻ്റെ ഉണ്മയെയോ കുറിച്ച് ആലോചിക്കുകയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചൊരിഞ്ഞു കൊടുത്തിരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്നും രണ്ടും മൂന്നും തവണയല്ല, 31 തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലയോ മനുഷ്യരെ, രണ്ട് വർഗത്തോടുമാണ്, ജിന്നും വർഗത്തോടും മനുഷ്യവർഗത്തോടും. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ജീവിതത്തിൽ ചൊരിഞ്ഞു തരുന്ന ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാവുക
ഒരിക്കലും നമുക്ക് അത് നിഷേധിക്കാനാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അരുമ ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നൽകിയ വസിയ്യത്തുകൾ ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. നീ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായി തീരണമെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീ ആരാധനാ നിമഗ്നനാകണമെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എന്നാണ്. സൂറ അൻ-നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞെടുത്ത് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് ഇല്ലൽ ലമം. അവർ വലിയ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. കബായിറുൽ ഇസ്മി വൽ ഫവാഹിഷ്, മ്ലേച്ഛ വൃത്തികളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. വൻ പാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ റസൂല് പറഞ്ഞത് ഒന്നാമത്തേത് അശ്ശിർക്ക്, അതേപോലെ തന്നെ ഖത്ലുൻ നഫ്സ്, അസ്സിഹിർ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. മനുഷ്യനെ അന്യായമായി വധിച്ചു കളയുക, അക്ലുർ റിബ, പലിശ തിന്നുക, ശുർബുൽ ഖംർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇതൊക്കെ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഫവാഹിഷ്, വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛ വൃത്തികളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുകയാണ് എങ്കിൽ ഇല്ലല്ലമം, സ്വാഭാവികമായും മനുഷ്യ സഹജമായ നിസ്സാരമായ വീഴ്ചകൾ, സ്ഖലിതങ്ങൾ, തെറ്റുകളൊക്കെ മനുഷ്യനിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അതൊക്കെ ഒഴികെ എന്നാണ്. വൻ പാപങ്ങളിൽ നിന്ന്, വലിയ കുറ്റങ്ങളിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ തകുൻ അഅബദന്നാസ്, നിനക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരാൻ കഴിയും എന്ന് റസൂലുള്ളാഹി ഉപദേശിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞതോ വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആയിത്തീരാൻ നിനക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ എന്ത് വേണമെന്നോ, വർള ബിമാ ഖസമല്ലാഹു ലക, അള്ളാഹു നിനക്ക് ജീവിതത്തിൽ നൽകിയ വിഹിതത്തിൽ നീ സംതൃപ്തനാകണം. നിനക്ക് എത്രയാണോ അല്ലാഹു തരുന്നത് ജീവിക്കാനുള്ള വിഭവമായി, അതിൽ നീ സംതൃപ്തനാവുക. നീ അതിമോഹം വെച്ച് പുലർത്താൻ പാടില്ല. അത്യാഗ്രഹവും ദുരാഗ്രഹവും നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. എത്ര കിട്ടിയാലും തികയാത്ത മനസ്സിന്റെ ഉടമയായി തീരാൻ നീ പാടില്ലെന്നാണ് റസൂലുള്ളാഹിന്റെ ദുആയിൽ അതുകൂടി അവിടുന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, അല്ലാഹുവേ ഭക്തിയില്ലാത്ത, ഭക്തി ചോർന്നു പോകുന്ന ഒരു മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ്. ഭക്തിയുടെ മനസ്സിന്റെ സൗന്ദര്യം അതിൻ്റെ ഭക്തിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അതിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഖുശൂ ഇല്ലാത്ത ഒരു ഖൽബിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതേപോലെ തന്നെ വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു മനസ്സ്, അതിൽ നിന്നും റബ്ബേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അങ്ങനെ ഒരു മനസ്സിന്റെ ഉടമയാക്കി എന്നെ നീ മാറ്റരുതേ റബ്ബേ. അതേപോലെ തന്നെ വമിൻ ദുആഇൻ ലാ യുസ്മഅ, ഒരിക്കലും കേൾക്കപ്പെടാത്ത, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി എന്നെ നീ മാറ്റരുതേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടാക്കരുതേ റബ്ബേ, അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വമിൻ ഇൽമിൻ ലാ യൻഫഅ, അറിവൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ടൊരു ഉപകാരവുമില്ല. അങ്ങനെയുള്ള അറിവ് കൊണ്ട് എന്താണ് നേട്ടം? അതുകൊണ്ട് പ്രയോജനമില്ലാത്ത, ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോക്കൂ, അവിടെയും മനസ്സ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അലൈക്കും ബിൽ ഖനാഅ, അല്ലാഹു നൽകിയ ജീവിത വിഭവത്തിൽ നിങ്ങൾ സംതൃപ്തരാവുക. ഫഇന്നൽ ഖനാഅ മാലുൽ ലാ യൻഫദ്, ഒരിക്കലും തീർന്നു പോകാത്ത സമ്പത്താണ് ഈ മനസ്സംതൃപ്തി. അൽ ഗിന, ഗിനൻ നഫ്സ്, ശരിക്ക് മനസ്സിന്റെ ധന്യതയാണ് യഥാർത്ഥ ധന്യത എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വഴിയാണതെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി, അല്ലാഹുവേ നീ എനിക്കെന്താണോ ജീവിത വിഭവമായി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മനസ്സിനെ നീ തൃപ്തി വരുത്തേണമേ എന്നാണ്.
എനിക്കിത് മതി എന്ന തോന്നൽ എൻ്റെ മനസ്സിൽ നീ ഉണ്ടാക്കരുതേ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നിന്റെ അയൽവാസിയോട് നീ നന്മ ചെയ്യുക എന്നതാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മൾ അകറ്റാനുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള ശ്രമങ്ങളും നടത്തുക. അവരൊരിക്കലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അയൽപക്കക്കാരൻ്റെ കാര്യങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അരികിൽ വഹിയുമായി വരുമ്പോഴൊക്കെ പറയുമായിരുന്നു എന്നാണ്. അയൽപക്കക്കാരൻ്റെ കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ അയൽവാസിയോടുള്ള കടമകളും കടപ്പാടുകളെയും കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമെന്നായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ള പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം അടുത്ത വരവിന് നിന്റെ അയൽവക്കക്കാരന് നിന്റെ സ്വത്തിൽ അനന്തരാവകാശമുണ്ട് എന്ന് പറയുമോ എന്ന് വിചാരിക്കുമാർ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അയൽവാസിയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ നമ്മൾ മുഅ്മിനാകുള്ളൂ എന്നാണ്. നമ്മളൊരു മുഅ്മിനാണ് എന്നതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നോ, നമ്മുടെ അയൽവക്കക്കാരോട് പിണങ്ങി നിൽക്കുന്നവരല്ല, അവർക്ക് ഉപദ്രവിക്കുന്നവരല്ല ഒരു മുഅ്മിൻ. നേരെ മറിച്ചോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് എന്നാണ് റസൂലുള്ള പറയുന്നത്. ഒരു നിലക്കും എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ പാകം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഭക്ഷണത്തിന്റെ ഗന്ധം കൊണ്ട് നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നാണ് റസൂൽ പറഞ്ഞത്. അതൊരു ബുദ്ധിമുട്ടാകും. ഏതുവരെയെന്നോ, അതിൽ നിന്നൊരു പാത്രം അയൽപക്കക്കാരന് ആ ഭക്ഷണ വിഭവം എത്തിച്ചു കൊടുത്താലല്ലാതെ നിങ്ങളുടെ മതിലുകൾ കെട്ടി നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ, മതിലുകൾ ഒരു അളവിൽ നിന്നധികം നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അയൽപക്കക്കാരൻ്റെ പെർമിഷൻ വാങ്ങണം. കാരണം അവൻ്റെ വളപ്പിലേക്ക് അടിച്ചു വീശുന്ന കാറ്റിനെ നിങ്ങൾ തടഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ അങ്ങനെ ദ്രോഹിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊക്കെ നോക്കൂ നിങ്ങൾ, തകുൻ മുഅ്മിന, എന്നാലേ നിങ്ങൾ മുഅ്മിനാകുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റസൂലുള്ള ഇതിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ഊഷ്മളമായ ബന്ധങ്ങളായിരിക്കണം, സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളായിരിക്കണം നമ്മുടെ അയൽപക്കക്കാരുമായി നമ്മൾ വെച്ചു പുലർത്തേണ്ടത് എന്നാണ്. നാലാമത്തെ കാര്യമായി പറയുന്നത് അഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്ക് എന്തൊക്കെ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം എന്നതായിരിക്കണം നിന്റെ മനസ്ഥിതി. എനിക്ക് മാത്രം മതി, വേറെ ആൾക്കും വേണ്ട എന്ന തോന്നലുണ്ടാകരുത്. നമുക്ക് എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ, ആ സൗകര്യങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ, ആ പുരോഗതി, വളർച്ച, ഉയർച്ച അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ഈ മനസ്ഥിതി, ഈ ഹൃദയ വിശാലത വെച്ചു പുലർത്തിയാൽ തകുൻ മുസ്ലിമ, ഒരാൾ മുസ്ലിമാണ് എന്നതിൻ്റെ ഐഡന്റിറ്റി അതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം പോലെ, നമ്മുടെ നോമ്പ് പോലെ, നമ്മുടെ ഇബാദത്തുകളെ പോലെ, മറ്റു ആരാധനാ കർമ്മങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇസ്ലാമാകുന്ന, ഈമാനാകുന്ന ഐഡന്റിറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അഞ്ചാമതായി അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശം വലാ തുക്സിറുൽ ലഹിക്, നിങ്ങൾ അമിതമായി ചിരിക്കരുത്. ചിരിക്കണം, കാരണം ചിരിയിൽ മനുഷ്യനൊരു ആശ്വാസമുണ്ട്. എന്നാൽ ഫഇന്ന കസ്റത്തുൽ ലഹിക് തുബീതുൽ ഖൽബ്, നിങ്ങൾ അധികമായി ചിരിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിനെ മരിപ്പിക്കുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സ്, ഹൃദയം അത് ചിന്തിക്കാനുള്ളതാണ്, ആലോചിക്കാനുള്ളതാണ്, അതേപോലെ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും ഉള്ളതാണ്. വെറും ആനന്ദാഹ്ലാദങ്ങളിൽ അഭിരമിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായി നിങ്ങൾ മാറിയാൽ അതൊരിക്കലും നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നതല്ല, കോട്ടമുണ്ടാക്കുന്നതായി തീരുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സുകളിൽ വെച്ചു പുലർത്താൻ, അങ്ങനെ അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين أما بعد اتقوا الله عباد الله പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കണമെന്നും അത് പാലിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണമെന്നും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനെ ഉണർത്തിയ മറ്റൊരു കാര്യം, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ നിന്ന് ആരും തന്നെ ഇല്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, തൻ്റെ രക്ഷിതാവുമായി അവർ നേരിട്ട് സംസാരിച്ചിട്ടല്ലാതെ എന്നാണ്. നമ്മളെല്ലാവരും നമ്മുടെ റബ്ബുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് എന്ന് റസൂലുള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കിടയിൽ, നമ്മുടെ റബ്ബിൻ്റെയും നമ്മുടെ ഇടയിൽ ഒരു തർജുമാൻ, ഒരു വിവർത്തകനോ ഒരു ദ്വിഭാഷിയോ ഉണ്ടാവുകയില്ല. അള്ളാഹ് നേരിട്ട് നമ്മളോട് പറയും. ഫയൻദുറു അയ്മന മിൻഹു, ആ സന്ദർഭത്തിൽ എല്ലാ വ്യക്തികളും തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. വലതുഭാഗത്തേക്ക് നോക്കിയാൽ അവൻ ചെയ്ത സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ, നന്മകൾ കാണും. അതേ വയൻദുറു അശ്അമ മിൻഹു, അവൻ്റെ ഇടതുഭാഗത്തേക്ക് അവൻ നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അപ്പോഴും അവൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ, തെറ്റുകൾ അതായിരിക്കും അവൻ കാണുക. വയൻദുറു ബൈന യദൈഹി, അവൻ അവൻ്റെ മുൻഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലന്നാർ തിൽഖാ വജ്ഹിഹി, അവൻ അഭിമുഖമായി കത്തിജ്വലിക്കുന്ന നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. തൻ്റെ റബ്ബിനോട് നേർക്കുനേരെ ഓരോ വ്യക്തിയും സംസാരിക്കുന്ന, നമ്മോട് നമ്മുടെ റബ്ബ് സംസാരിക്കുന്ന ഇങ്ങനെയുള്ളൊരു സമയം വരാനുണ്ട് എന്നാണ് റസൂലുള്ളാഹ് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫത്തഖുന്നാർ വലു ബിശ്ഖി തംറ, ഒരു കാരക്ക കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ നേടണമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ജീവിതത്തിൽ പറ്റിപ്പോകുന്ന തെറ്റുകളിൽ നിന്ന്, സ്ഖലിതങ്ങളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന്, പാളിച്ചകളിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അനുദപിച്ച് മടങ്ങുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നമ്മോട് കരുണ കോരി നമ്മുടെ മേൽ കരുണ ചൊരിയുന്നവനാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ജീവിതത്തെ നമ്മൾ ധന്യമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ നിൻ്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കതെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങൾക്കിടയിൽ പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും അതിൽ നിന്നൊരു മോചനം നൽകി അവർക്ക് ജീവിതത്തിൽ ധന്യതയും ഐശ്വര്യവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.